ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞ് കേരളത്തിലേക്ക് പോകേണ്ട ദിവസം നാളെയാണ് ഞങ്ങൾ കേരളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ചെയ്യാൻ പോകുന്ന പാക്കിംഗ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മെയിൻ വീഡിയോ. അപ്പോൾ തലേ ദിവസത്തെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെ ഇവിടെ എല്ലാം അരി പറക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും സെറ്റാക്കിയിട്ടില്ല, പെട്ടികളെല്ലാം കാലിയായിട്ട് ഇവിടെ കിടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് നമുക്ക് കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെ വെക്കണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പെട്ടി കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിനാണല്ലോ പോകുന്നത്. അപ്പോൾ 15 കിലോ നമുക്ക് ലഗേജ് ബോക്സിൽ കൊണ്ടുപോകാം ഒരാൾക്ക്. അപ്പോൾ ഇതിനകത്തേക്ക് വെക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ 45 കിലോ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് ഒരു പൊടി തട്ടലൊക്കെ കഴിഞ്ഞതാണ്, പക്ഷേ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. വീണ്ടും വീട്ടിലിരുന്ന് ഇപ്പോൾ നല്ല സമ്മർ സീസണാണ് ഞങ്ങൾക്കൂടെ, അതുകൊണ്ട് കാറ്റും പൊടിയൊക്കെ വീണ്ടും അടിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഡ്രസ്സ് വെക്കുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു. കാലത്ത് നമുക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. കാലത്ത് ഞങ്ങൾക്ക് 6 മണി 6:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. അയോധ്യയിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അയോധ്യ എയർപോർട്ടിലേക്ക് നമുക്ക് രാവിലെ തന്നെ പോകണം. അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒട്ടും സമയം ഉണ്ടാവില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും തീർക്കാനായിട്ട്. എനിക്ക് കിച്ചണും സെറ്റ് ചെയ്യാനുണ്ട്. സമയം കിട്ടുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സെറ്റിംഗ് അല്ല, എന്നാലും ഒരു മാസത്തോളം ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ദിവസം വരെ ഇവിടെ പ്ലേറ്റും അല്ലെങ്കിൽ നമ്മുടെ ബോക്സുകളും കിച്ചണിലുള്ള ഐറ്റംസ് പാത്രങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തൊക്കെ വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ പരിവയ്ക്കൊക്കെ പൊടി പിടിച്ച് ഭയങ്കരമായിട്ടും ഓവറായിട്ട് പൊടിയാവും. എന്തായാലും വരുമ്പോൾ വാഷ് ചെയ്യണം. എന്നാലും മാക്സിമം നമ്മൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമ്മൾ അടച്ച് പാക്ക് ചെയ്തൊക്കെ വെച്ചാൽ അത് കുറച്ച് നമുക്ക് വന്നു കഴിയുമ്പോൾ കിടന്ന് പണിതാൽ മതിയല്ലോ. അത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഫസ്റ്റ് ബോക്സ് അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ജോലി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ എല്ലാം കളർഫുള്ളായിട്ട് ഒക്കെ അതേപോലെ രീതിയിലെല്ലാം വാരിയൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓരോന്നായിട്ട് തുടങ്ങണം കേട്ടോ. ഇത് പലർക്കുള്ളതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊരാളുടെ ഐറ്റം. അപ്പോൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും. ഇതൊരാളുടെ ഐറ്റം, ഇതൊരാളുടെ, ഇത് വേറെ ആളുടെ, അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ കവറുകളിലാക്കി വെച്ചേക്കാണ്. ഇതൊരാൾക്കുള്ളത്, ഇവിടെ ഒരാൾക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെയാണ് കേട്ടോ, എൻ്റെ ഡ്രസ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഐറ്റംസുകളുണ്ട്. അപ്പോൾ ആരംഭിക്കാം. അഞ്ചു പാക്ക് ചെയ്യേണ്ടത് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ബോക്സൊക്കെ കൂടെ താഴെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ സെപ്പറേറ്റ് വേറെ ബോക്സിൻ്റെ മുകളിൽ വെച്ചേക്കണം. അപ്പോൾ വീടൊക്കെ ആകെ മെസ്സായി കിടക്കണം. ഇത് നമുക്ക് തോളിൽ തൂക്കാനുള്ള നമ്മുടെ ഷോൾഡർ ബാഗുകളാട്ടോ. ഇത് 2 ഒരെണ്ണം കൂടി എടുക്കാനുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. അതിനകത്തേക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെക്കണം. അഞ്ജുവിനുണ്ട്, അഞ്ജുവിൻ്റെ ലാപ്ടോപ്പൊക്കെ വെക്കണം. അഞ്ജുവിന് നാട്ടിൽ ചെന്നിട്ട് ഒത്തിരി വർക്കുകളുണ്ട്, ഹോളിഡേ വർക്കുകളൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. തുടങ്ങാം. ഈ ഒരു ചുരിദാർ ഇത് വാങ്ങിയതാണ്, റെഡിമെയ്ഡ്. എനിക്ക് നിങ്ങൾ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ വേറെ ഒരു 2 കൂടെ കാണിക്കാനുണ്ട് നിങ്ങളെ, കാരണം അത് തയ്ക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തയ്ച്ച് കിട്ടിയിട്ടില്ല. അല്ല, തയ്ച്ച് കിട്ടി, അത് വേറെ പാക്കറ്റിലിരിക്കണേ. അത് ഞാൻ വയ്ക്കുന്ന സമയത്ത് കാണിച്ചത്. ഇത് കാണിച്ചോന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. കാണിച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞാൽ പുതിയത് റെഡിമെയ്ഡ് ഒരെണ്ണെടുത്തേക്കെന്താ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോളും ഇതിൻ്റെ പാൻറ്റും സെയിം കളർ. പാൻറ്റുമ്പോൾ മാത്രം ഇത്തിരി യെല്ലോ വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതൊന്ന് മടക്കി വെക്കട്ടെ. മാക്സിമം തുണികൾ നമ്മളിങ്ങനെ വിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്പേസ് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടി നിറയും നമ്മുടെ. ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതേ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതെനിക്ക് കഴിഞ്ഞ വർഷം അനിയത്തി എടുത്തതെന്താ കേട്ടോ. നാട്ടിൽ ചെന്നപ്പോൾ കേരളത്തിൽ നിന്ന് അനിയത്തി എടുത്തെന്ന് ചുരിദാറാണ്. പക്ഷെ അത് ഇടുമ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇടാനും നല്ല സുഖമാണ്. അതുകൊണ്ട് ഇതാണ്. ഇവിടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലൂടെ വർക്ക് നടക്കുന്നുണ്ട്, അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ.
അപ്പോൾ അതിൻ്റെ ഒച്ച കേട്ടോ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കേൾക്കുന്നില്ലേ ഒച്ച? ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും ഷോപ്പിംഗ് വീഡിയോയിലൊക്കെ. അത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം ഞങ്ങളത് തയ്ക്കാൻ വേണ്ടി അന്ന് തന്നെയാണോ പിറ്റേ ദിവസം കൊടുത്തു. അപ്പോൾ അത് വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ വീട്ടിലിടാൻ ടീഷർട്ടുകളൊക്കെ ഇങ്ങനത്തെ പറഞ്ഞാൽ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം ടീഷർട്ട് ഉണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ സെയിം ടീഷർട്ട് ഇടും. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കരുത് ഞാൻ ചേട്ടൻ്റെ ഇട്ടേക്കുന്നതാണോ അല്ലെങ്കിൽ ചേട്ടൻ എൻ്റെ ഇട്ടേക്കുന്നതാണോ എന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് സെയിം ടീഷർട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ്. ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഈ ടീഷർട്ട് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ, നല്ല കോട്ടൺ അടിപൊളി മെറ്റീരിയൽ, അതുകൊണ്ട് വാങ്ങിയതാണ്. സെയിം ഒരെണ്ണം മാത്രം അല്ലേട്ടാ, നമ്മൾ ഒരുമിച്ച് മാത്രമോ? ബാക്കിയൊക്കെ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്തേക്കണം. ചേട്ടന് വെച്ചേക്കുന്നതൊക്കെ ചേട്ടനും എനിക്കുള്ളത് സെയിം ആയിട്ടുള്ളത് ഒരെണ്ണം. ഇത് എൻ്റെയൊക്കെ വേറെയാണ്. ഒരെണ്ണം മാത്രം സെയിം ഉള്ളൂ, ഇതൊക്കെ വേറെ. ഇത് ഞാൻ എനിക്ക് വീട്ടിലിടാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും ഇട്ട് കാണിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും. അതെ, അല്ലെങ്കിൽ വിചാരിക്കും നമുക്കൊരു ദിവസം ഇടാം, നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഇടാം. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ചേട്ടൻ്റെ എടുത്തിട്ടു, ചേട്ടൻ എൻ്റെ എടുത്തിട്ടു. അല്ല, അപ്പം അങ്ങനെ വിചാരിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾക്കാരുടെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയും നമുക്ക് ഇട്ടൂടെ. ഇപ്പൊ പോകുമ്പോൾ പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷമൊന്നും കാണില്ല. ഇപ്പൊ പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനും വാങ്ങാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ അയൽവക്കത്തെ കൂടെ പോവില്ലേ സന്തോഷമാണ്. അപ്പോൾ ഇത്രയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ പാക്കറ്റുകൾ അങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കണം. ഇതെൻ്റെ ആങ്ങളയ്ക്കുള്ള ഗിഫ്റ്റാണ്. ആങ്ങളയുടെ ബർത്ത്ഡേ ആയിരുന്നു 14-ാം തീയതി. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, എന്നാലും ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാ കൊല്ലം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. അപ്പം അങ്ങനെ ഇത് ആങ്ങളയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. $15 കിലോയ്ക്ക് ഇപ്പോൾ 20 കിലോ കഴിഞ്ഞുണ്ടോ. ഇനി തൂക്കി നോക്കണം പെട്ടി, എന്നിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ പെട്ടിയിലേക്കുള്ള ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ വെച്ചു. ഇനി ടോയ്സൊക്കെ നമുക്ക് മറ്റേ പെട്ടിയിലേക്ക് വയ്ക്കാം. പിന്നെ ഇത് തോർത്തുകൊണ്ട് ഞാൻ 2 വെച്ചതാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ കിട്ടും, എന്നാലും രണ്ടാവശ്യത്തിന് പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചെല്ലുമ്പോൾ സഡൻ നേരത്തൊക്കെ ആവശ്യം ഉള്ളതല്ല. അപ്പോൾ തൽക്കാലം ഈ പെട്ടി നോക്കിയിട്ട് ക്ലോസ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് എന്താ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്യൂം സ്റ്റോറേജ് ബാഗാണ്. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 223 രൂപ. 223 രൂപ. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചത്, ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ എയറൊക്കെ ഒന്ന് നന്നായി കളഞ്ഞാൽ നല്ലപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടിപൊളിയായിട്ട് എന്നാണ് ഞാൻ കണ്ടത്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇനി എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കട്ടെ. ഇവിടെ എഴുതിയിട്ടുണ്ടോ വാക്യൂം സ്റ്റോറേജ് ബാഗ്സ്. ഒരെണ്ണുള്ളോ 3-4 ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. 3-4 ഉണ്ട്. ഈ ഐറ്റംസൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ കിട്ടിയേക്കണേ. ഒരു ക്ലിപ്പ്, ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പമ്പാണ്, ആ എയർ കാര്യങ്ങളൊക്കെ കളയാനുള്ളത്. പിന്നെ ഇതാണ് ഓരോരോ ബാഗ്. ഇങ്ങനത്തെ ഒരു ബാഗ്, ആവശ്യം നല്ല വലിപ്പത്തിലുള്ള ബാഗ്. ഇതിനകത്ത് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ എയർ കളയാം. അപ്പം ഇങ്ങനത്തെ നമുക്ക് 1, 2, 3, 4, 5 ബാഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അതിൻ്റെ ക്ലിപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ ക്ലിപ്പും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നൊക്കെ നോക്കട്ടെ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇങ്ങനെ ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പമ്പ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് അതിന് എയറൊക്കെ പോയി കിട്ടും. നമുക്ക് ജസ്റ്റ് ഒരു 2 പാക്കറ്റ് ഒന്ന് വെച്ച് നോക്കാം. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ.
Love is our life force. ആവശ്യം നല്ല വലിയ പാക്കറ്റുകൾ കേട്ടത്. The more you feed it, the stronger it grows. Me and you. ഓക്കെ, നമുക്ക് ഇത്രയും വെച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്ത് നോക്കാം. ഇനി ഇത്രയും എങ്ങനെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ സീൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ സീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സീൽ ചെയ്തു. അപ്പോൾ സീൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഇത്രയും ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഏരിയയിലേക്ക് നമ്മളിതിനെ ശരിക്കും ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ. നമ്മൾ തുമ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് സീൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വിട്ടുപോരും. ഇപ്പം ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്, അപ്പോൾ അങ്ങനെ വിട്ടുപോരും. ഇത് നമ്മൾ ഫുൾ അങ്ങോട്ടേക്ക് തള്ളി വെച്ചിട്ട് വേണം നമുക്ക് സീൽ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഓപ്പൺ ക്ലോസ് തന്നിട്ടുണ്ട്, അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനവിടെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഇതേമാതിരി പമ്പ് അടിച്ചു കൊടുത്ത് ഇതിനകത്തുള്ള എയർ മൊത്തം കളയണം. അപ്പോൾ എയർ കളയുന്നതിന് മുൻപ് ഇതിൻ്റെ ഈ ഒരു മൗത്ത് നമ്മൾ നല്ലപോലെ അടച്ചിരിക്കണം. അടച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന് എയറൊക്കെ പോയി പാക്കറ്റ് ഇങ്ങനെ ചുരുങ്ങുന്നത് നമുക്കിങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തുനിന്നും പാക്കറ്റ് ഇങ്ങനെ വലിഞ്ഞ് ചുരുങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് പാക്കറ്റ് ഇത് നല്ല ടൈറ്റായി കഴിയുമ്പോൾ നമ്മളിത് വലിക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഗതി. നമുക്കിത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ റെഡി. അപ്പോൾ ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ ഡ്രസ്സുകൾ മിക്സപ്പ് ആവാണ്ട് ഇങ്ങനെ കവറിലാക്കി വെക്കും. അപ്പോൾ എനിക്ക് അഞ്ചുൻ്റെ ഒക്കെ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ കവറിനകത്തുള്ളതൊക്കെ അഞ്ചുൻ്റെ എന്നുള്ളത് വേഗത്തിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമുണ്ട്. അതുപോലെ സ്പേസ് സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എന്തായാലും ഫസ്റ്റ് ബോക്സ് നമ്മൾ അടയ്ക്കണം. 15 ആണോ 20 കിലോ ആണോ എന്നൊന്നും പറയില്ല കേട്ടോ എത്ര ആയി കഴിഞ്ഞു. അപ്പോൾ തൂക്കം നോക്കാനായിട്ട് ഞാൻ ഇവിടെ മെഷീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് തൂക്കം നോക്കണം. പക്ഷെ എല്ലാ ബോക്സുകളും കൂടെ ഫുള്ളായിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു പെട്ടി മാറ്റി വെച്ചു. ഇനി രണ്ടാമത്തെ പെട്ടി എടുത്തേക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ രണ്ടാമത്തെ പെട്ടിയായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേക്കണം. ഇനി ഒരു പെട്ടിയും കൂടി ഉണ്ട്. 3 പേർക്കും നമ്മുടെ സൂട്ട് കേസ് 3 എണ്ണമായിട്ട് കൊണ്ടുപോകണം. 1 വർഷം കഴിഞ്ഞുള്ള യാത്രയാണ്. ജലദോഷം പിടിച്ചേക്ക് നന്നായിട്ട് നല്ല സ്ട്രോങ് ജലദോഷം, തൊണ്ടവേദന, സ്വരമൊക്കെ പോയി. ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ ഇവിടുത്തെ സമ്മർ സീസൺ, ചൂട് കാലം. ഇപ്പോൾ തണുത്ത് കഴിക്കാൻ തോന്നും. ഐസ്ക്രീമൊക്കെ ഇങ്ങനെ മുമ്പിൽ കിടന്ന് കളിക്കുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീമൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടുമ്പോൾ കാണുമ്പോൾ അതൊക്കെ കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാനിനി ഫാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് അഞ്ചുവിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കട്ടെ. ഓക്കെ, അഞ്ചുവിൻ്റെ പെട്ടിയിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇരുന്നോളും. പക്ഷേ അഞ്ചുവിൻ്റെ പെട്ടിയിലേക്ക് ഇത് ഫുള്ളായിട്ട് അങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സ്പേസ്, അതായത് ഇവിടം വരെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതേങ്ങനെ ഓപ്പണിംഗ് ഉണ്ട്. നമ്മൾ ഈ മിക്സർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, എന്നാൽ മര്യാദ ഇവിടെ പിടിച്ചിങ്ങനെ പയ്യെ തുറന്നു കൊടുത്താൽ അങ്ങനെ തുറന്നു പോകുന്നു. നമ്മുടെ സൂട്ട് കേസിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. ഇതിനകത്ത് അഞ്ചുവിൻ്റെ വെക്കണില്ല, അഞ്ചുവിൻ്റെ ഇതിനകത്ത് വെക്കണം. അഞ്ചുവിന് ആ ബോക്സ് വേണമെന്ന് പറഞ്ഞ് ആ ഒരു സൂട്ട് കേസ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് അഞ്ചുവിനുള്ള ബോക്സ് ആക്കി എടുക്കാം. ഈ ബോക്സ് ഞങ്ങൾക്ക് ഒരിക്കൽ ടീച്ചേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ സ്കൂളിൽ നിന്ന്. ഈ ഒരു സൂട്ട് കേസ് നല്ല ഒതുക്കമുള്ള ചെറിയ സൂട്ട് കേസ്. ഇത് നമുക്ക് അഞ്ചുവിനായിട്ട് വയ്ക്കാം. അഞ്ചുവിന് ഹോളിഡേയുടെ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഹോളിഡേ അസൈൻമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നോട്ട് ബുക്ക് അതോ കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുണ്ട്. എല്ലാം കൂടെ കൊള്ളുമെന്ന് അറിയില്ല. കൊണ്ടില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പെട്ടികളിലൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങളിങ്ങനെ നൂലൊക്കെ എന്താ പറയുക റിബണൊക്കെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ ബോക്സ് എന്നറിയാൻ, നമ്മുടെ സൂട്ട് കേസ് എന്നറിയാൻ. ഫ്ലൈറ്റിൽ നിന്നൊക്കെ ലഗേജ് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. അഞ്ചുവിൻ്റെ ഡ്രസ്സ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതേപോലെ ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് നോക്കട്ടെ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊക്കെ കണക്കായിരിക്കും, തിരക്കായിരിക്കും. വീഡിയോ എടുക്കാൻ പിന്നെയും പറ്റും, എഡിറ്റ് ചെയ്തിടാനൊന്നും എനിക്ക് അത്രയും സമയം കിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഷോർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാനൊന്നും എനിക്ക് അത്രയ്ക്കും ടൈം കിട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം ആൽവിനും വരുന്നുണ്ടല്ലോ, അതിനുള്ളിൽ ഞങ്ങൾക്ക് കല്യാണത്തിന് പോയിട്ട് വരണം. ഞാൻ അഞ്ചുവിൻ്റെ പാക്കിങ് ഒരുവിധമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ചെറുതാക്കണം. ഈ പാക്കറ്റിന് നമുക്ക് ചെറുതാക്കി, മാക്സിമം ചെറുതാക്കി
പെട്ടിയിൽ ഒതുക്കണം, എന്നാൽ നമ്മൾ സക്സസ്ഫുള്ളായി. അപ്പോൾ ആ പാക്കറ്റൊക്കെ ഞാൻ നല്ലപോലെ നമ്മളുടെ പമ്പ് വെച്ച് നല്ലപോലെ എയറൊക്കെ ഇതിൽ നിന്ന് കളഞ്ഞത് എല്ലാ ഐറ്റംസും വന്നു കേട്ടോ. മഞ്ജുവിൻ്റെ പെട്ടിയിൽ ഞാനോടത്ത് എല്ലാം കൊള്ളില്ലായിരിക്കും, ചെറിയ പെട്ടിയല്ലേ എന്ന്, പക്ഷേ എല്ലാം അങ്ങനെ പതിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ പുറത്ത് കിടത്തുന്നെങ്കിൽ ഇത്തിരി പാട് വിടും, കാരണം നല്ല ടൈറ്റ് ഫിറ്റായിട്ടിരിക്കുക കേട്ടോ, എല്ലാം പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സ് മാറ്റി വയ്ക്കുക, കാരണം ഇനിയുള്ള ഒരു കുറച്ച് സ്ഥലത്ത് അഞ്ജുവിന് കുറച്ച് ബുക്സ് പിന്നെ ഹോളിഡേ അസൈൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാനുണ്ട്. പേന, പെൻസില്, ബുക്ക്, നോട്ട് ബുക്ക്, അങ്ങനത്തെ ഐറ്റംസുകൾ. അവിടെ ഒരു പെട്ടി, ഇവിടെ ഒരു പെട്ടി, 2 പെട്ടി പാക്കിങ് കഴിഞ്ഞു. ഇനി 3ാമത്തെ. അപ്പോൾ ഈ ഒരു സ്യൂട്ട് കേസിനകത്ത് ചേട്ടൻ്റെ ഡ്രസ്സുകളും അതുപോലെ തന്നെ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പുറത്ത് ഭയങ്കര കാറ്റും കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ്. നിങ്ങളെ കാണിച്ചു തരാൻ പോലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും കാറ്റ്. ഡോറൊക്കെ വന്ന് ഡോറ് കർട്ടനൊക്കെ വന്ന് അടിക്കുന്നുണ്ടോ, വേണമെങ്കിൽ കാണിച്ചു തരാം, പക്ഷെ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ചില നേരത്തെ പെട്ടെന്ന് കാറ്റും മഴയൊക്കെ കൂടെയാണ് വരും. ഇതാ നോക്കി, കാറ്റ് കണ്ടില്ലേ, ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് പോലത്തെ കാറ്റാണ്. ആ പൊടിയൊക്കെ ഇങ്ങനെ അടിച്ച് കയറും. ഇപ്പം എല്ലാവരും അടച്ച് കുറ്റിയിട്ട് വെച്ചേക്കെ വിൻഡൊക്കെ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വയ്ക്കാൻ പോകുന്നത് ചേട്ടൻ്റെ ഡ്രസ്സുകളും പിന്നെ ടോയ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചിലതൊക്കെ പേപ്പർ പോലും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന പുതിയ ഷർട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ, ചേട്ടൻ തനിച്ചു പോയി എടുത്തേക്കുന്ന ഷർട്ടാണ്. ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത്, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. എല്ലാം വെച്ച് കഴിയുമ്പോൾ വെയിറ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡ്രസ്സുകളിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ഇതിനകത്തുനിന്നുള്ളത് കുറച്ച് അതിലേക്ക് വെക്കേണ്ടി വരും, അതിനകത്തുനിന്നുള്ളത് കുറച്ച് ഇതിലേക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ ഐറ്റംസ് ഒരു ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിയും. ആണുങ്ങളുടെ ഐറ്റംസ് ആണെങ്കിലും കുറച്ചുണ്ടാവുള്ളൂ, വേഗം പാക്കിങ്ങും കഴിയും. പെണ്ണുങ്ങളുടെ ഉള്ളൂ, ലേഡീസിനുള്ളൂ ഈ ഉള്ള ഡ്രസ്സുകൾ മുഴുവൻ കൊണ്ടുപോകലും വാങ്ങലും അവർക്കൊക്കെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ടോയ്സ് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ്. ഇതിങ്ങനെ ഗിഫ്റ്റ് പേപ്പർ വെച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും പേരെഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർക്കാർക്ക് കൊടുക്കണ്ടേന്നുള്ളത് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. എല്ലാവർക്കുള്ള പേരുകളുണ്ട് ഇതിന്. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒരുവിധമൊക്കെ തീർന്നു. അപ്പോൾ നമുക്കിതാ നമ്മുടെ ഫൈനൽ സ്യൂട്ട് കേസ് നമ്മളിതായി ക്ലോസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയുള്ള അടുത്ത ജോലി എന്ന് പറയുന്നത് ഷോൾഡർ ബാഗ് റെഡിയാക്കണം. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് നാളെ രാവിലെ ഇറങ്ങുന്ന വരെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ വയ്ക്കാനോ എടുക്കാനോ ഒക്കെ. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ വർക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുവിധമായി. എനിക്കൊരു കിച്ചണും കുറച്ചൊക്കെ സെറ്റ് ചെയ്യണം. ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഐറ്റംസൊക്കെ എടുത്തു വയ്ക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കേണ്ട സമയമായിരിക്കും. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു, ഇന്ന് വയർക്കായിരുന്നു ഞാൻ. അപ്പോൾ ഫാൻ ഓഫാക്കിയൊക്കെ കറണ്ടും പോയി, ഇതാ ട്യൂബൊക്കെ കിട്ടി എടുക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അതായത് ഞങ്ങളുടെ പോകുന്നതിൻ്റെ തലേ ദിവസത്തെ പാക്കിംഗ് വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ പാക്കായി. ഇനി നാട്ടിലേക്ക് വേഗം എത്താം, അവരെയൊക്കെ കാണാം. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസ് ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുക്കാം. എനിക്ക് എന്താ പറയുക, ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ചിലർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല നമ്മൾ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മാക്സിമം അവരുടെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എടുക്കില്ല. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോൾ അവിടെ വീട്ടിലൊന്നും ഞങ്ങൾ അധികം വീഡിയോ എടുക്കാറില്ല. അപ്പോൾ അവർക്ക് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എന്ത് വീഡിയോ എടുക്കാത്ത. അവർക്കും കൂടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുക്കണതിൽ ഒരു രസമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോസൊക്കെ എടുക്കാത്ത. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.